കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ. അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടെ കാണുവാൻ കർത്താവ് നമ്മളെ സഹായിച്ച ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ ഒരിക്കൽ കൂടെ വന്ദനത്തെ അറിയിക്കുക. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. എന്നാൽ എന്നിൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാനെന്ന് ഉത്തരം പറഞ്ഞു. ഈ വാക്യങ്ങൾ അനുഗ്രഹീതമാണ്, ചിന്തനീയമാണ്. ശ്രദ്ധിക്കുക, എത്ര ഉന്നതനാണെങ്കിലും എത്ര വലിയവനാണെങ്കിലും ഏറ്റവും വലിയ ആത്മീക തലത്തിൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ ആത്മീക നേതാവെന്നോ അല്ലെങ്കിൽ സ്പിരിച്വൽ ലീഡർഷിപ്പ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ സ്നാപകൻ. യേശു കർത്താവ് തന്നെ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞു, സ്ത്രീകളിൽ ജനിച്ചവരിൽ ഇവനേക്കാൾ വലിയവൻ വേറെ ഇല്ലെന്നുള്ളത്. എൻ്റെ അടുത്ത സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവനായിരുന്നു ആര്? സ്തോത്രം, യോഹന്നാൻ സ്നാപകൻ. നമുക്കറിയാം, യേശു കർത്താവിന് വഴിയൊരുക്കുവാൻ വേണ്ടി ദൈവത്താൽ നിയുക്തനായ മനുഷ്യനായിരുന്നു യോഹന്നാൻ. എത്ര ഉന്നതനാണെങ്കിലും എത്ര വലിയവനാണെങ്കിലും കർത്താവിൽ ഇടറിപ്പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പ്രയോജനവുമില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. 11-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 2 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ച്, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. സ്തോത്രം. ശ്രദ്ധിക്കണം, യോഹന്നാൻ ഇത് ചോദിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. കാരണം യേശുവിൻ്റെ ആഗമനത്തിൽ യോർദാൻ നദിയിലേക്ക് യേശു കർത്താവ് വരുമ്പോൾ യോഹന്നാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധേയമാണ്. എന്തുവാ? ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. സ്തോത്രം. അടുത്ത് പറയുന്നൊരു വാചകമുണ്ട്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവൻ, അവൻ്റെ ചെരുപ്പിൻ്റെ വാർ കുനിഞ്ഞടിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഇതിനേക്കാൾ വലിയൊരു വെളിപ്പാട് ഇനിയില്ല. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, യോഹന്നാൻ സ്നാപകനാണ് സ്തോത്രം തന്നെ അനുഗമിച്ച ശിഷ്യന്മാർക്ക് യേശുവിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ യേശുവിൻ്റെ വലിപ്പം, യേശുവിൻ്റെ രക്ഷാപൂർത്തീകരണം ഇതൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുക മാത്രമല്ല, അന്ത്രയോസ്, യോഹന്നാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ യോഹന്നാൻ സ്നാപകനിൽ നിന്ന് മാറി യേശുവിലേക്ക് വരാൻ പോലും കാരണം യോഹന്നാൻ സ്നാപകനാണ്. കാര്യം യേശുവിൻ്റെ രക്ഷയുടെ നിർവഹണത്തെക്കുറിച്ച് അവരോട് മനസ്സിലാക്കിയിരുന്ന ഒറ്റ വാചകമാണ്, ഇവനാണ് ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതേ സെയിം മനുഷ്യൻ, ഇതേ സെയിം വ്യക്തിത്വമായ യോഹന്നാൻ സ്നാപകൻ ഇവിടെ പറയുകയാണ്, ഞങ്ങൾ വേറൊരുത്തന് വേണ്ടി കാത്തിരിക്കണമോ, വരുവാനുള്ളവൻ നീയോ എന്ന് ചോദിക്കുന്നൊരു ഭാഗമുണ്ട്. ഇവിടെയാണ് യേശു കർത്താവ് പറഞ്ഞത്, എന്നിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. എന്താ അതിൻ്റെ അർത്ഥം? യേശുവിൻ്റെ രക്ഷാനിർണയത്തെക്കുറിച്ച് യോഹന്നാൻ അറിയാം. പിതാവിനാൽ അയക്കപ്പെട്ട ലോകരക്ഷിതാവാണെന്ന് യോഹന്നാൻ അറിയാം. സ്തോത്രം. യോഹന്നാനേക്കാൾ വലിയവനാണ് യേശുവെന്ന് യോഹന്നാൻ അറിയാം. പിന്നെ എവിടെ വെച്ചാൽ ഇടറിപ്പോയത്? എന്നെ ശ്രദ്ധിക്കുന്ന ഈ മക്കളോട് ഞാൻ പറയാം, ഞാൻ വിചാരിക്കുന്ന, ഞാൻ ശ്രദ്ധിക്കുന്ന, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടന്നില്ലെങ്കിൽ യേശുവിൻ്റെ ശക്തി ഒരിക്കലും കുറയത്തില്ല കേട്ടോ. സ്തോത്രം. അതിൻ്റെ പിറകിൽ വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. കാരാഗൃഹത്തിനകത്ത് ഇരിക്കണമെന്നുള്ളതും സ്തോത്രം. അന്നത്തെ നിയമകർത്താക്കളാൽ യോഹന്നാൻ സ്നാപകൻ മരണപ്പെടണമെന്നുള്ളതും ദൈവനിയോഗമാണ്. സ്തോത്രം. അത് സ്തോത്രം. അതിൽ നിന്ന് രക്ഷപ്രാപിക്കലോ ഇല്ലെങ്കിൽ അതിൽ നിന്നുള്ള മടങ്ങി വരവോ ആണ് യോഹന്നാൻ ആഗ്രഹിച്ചതെങ്കിൽ അവിടെയാണ് ഈ തെറ്റ് പറ്റിയത്. അതാണ് യേശു പറഞ്ഞത്, എന്നിൽ ഇടറിപ്പോകാൻ പാടില്ല. യോഹന്നാൻ എന്ന സ്നാപകനെ കുറിച്ച് കർത്താവ് ആഗ്രഹിച്ച ഒരൊറ്റ കാര്യമാണ്, യേശു എന്ന ലോകരക്ഷിതാവിന് വഴിയൊരുക്കുക മാത്രമാണ് കർത്താവ് പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാതത്തിൽ ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്, സ്തോത്രം, ഒരുപക്ഷെ ഇന്ന് കാണുന്ന ഏതെങ്കിലും വലിയ ഒരു തലത്തിൽ നിൽക്കുന്നവരായിരിക്കാം നമ്മൾ. ഒരു സഭയിലോ ഒരു സംഘടനയിലോ ഒരു സമൂഹത്തിൽ ഏറ്റവും വലിയ വ്യക്തിപ്രഭാവമായിട്ട് നമ്മൾ മാറിയെന്നിരിക്കുക. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, എത്ര ആത്മീക ഉന്നതനാണെന്ന് പേരുണ്ടായിരുന്നാൽ യേശുവിൽ ഇടറിപ്പോയാൽ നീ ഭാഗ്യവാനല്ല, ഇടറിപ്പോകാത്തവനാണ് ഭാഗ്യവൻ. അതുകൊണ്ട് കർത്താവിൽ ഇരുന്നാലും ഇടറിപ്പോകാതെ ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി മാറുവാൻ സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നത്. സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവെ അവിടുന്ന് ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ. കർത്താവിന് ഇടറിപ്പോകാത്തവരായിരിക്കാൻ സ്വർഗം ഇടവരുത്തിയാട്ട്. എല്ലാ മഹത്വവും കർത്താവിന് യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.